അതെ, ആളില്ല തിയേറ്ററിലിരുന്ന്. അങ്ങനെ ഞങ്ങൾ നട്ടപ്പാതിര നേരത്ത് പെരുമഴയത്തൊരു യാത്ര എങ്ങനെയുണ്ടായെന്ന് നോക്കിയാലോ. അടിപൊളി. എടപ്പള്ളിയിൽ നിന്നും കുണ്ടന്നൂർ വഴിയാണ് ഞങ്ങളുടെ യാത്ര കേട്ടോ. ഇന്ന് നമ്മുടെ ഈ ഒരു ഫിലിം കാണാം എന്ന് വിചാരിച്ച് കുറേ നാളുകൾക്ക് ശേഷം അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ അടിപൊളി മഴ എന്ന് പറഞ്ഞാൽ പോരാ, കണ്ടില്ലേ, സൂപ്പർ മഴയാണേ. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ നമ്മൾ നേരെ ഫോറം മാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് വച്ചിരുന്നു പകല് തന്നെ. പകലൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് രാത്രിക്ക് ടിക്കറ്റ് എടുത്തത്. പക്ഷേ ഇത്രയും മഴയൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്തായാലും നല്ല രസമുണ്ട് മഴയത്തെ രാത്രിയിലെ യാത്ര. ഡ്രൈവിങ് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. പിന്നെ അത് നിയന്ത്രിക്കാനായിട്ട് അടുത്തിരിക്കുന്നവരിങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല, ഒരു കുഴപ്പമില്ലാണ്ട് സുഖമായിട്ട് നമുക്ക് അവിടെ എത്താൻ പറ്റി. അപ്പോൾ നല്ല രസമില്ലേ ഗ്ലാസ്സിലൂടെയല്ലേ ഈ മഴ കാഴ്ചകളൊക്കെ കാണാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫോറം മാളിലെത്താം. ഫോറം മാളിലെത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളും കാണാം കേട്ടോ. പിന്നെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. പിന്നെ നമ്മുടെ സിനിമയുടെ പേര് എന്താണ്? വ്യസനസമേതം ബന്ധുമിത്രാദികൾ. അതാണ് നമ്മുടെ സിനിമ കേട്ടോ. അടിപൊളി സിനിമയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ലാസ്റ്റ് തീരുമ്പോൾ ഒരു ചെറിയ സങ്കടമൊക്കെ തോന്നി. അത് എന്താ പറയുക, സ്വാഭാവികമാണത്. നമുക്ക് പ്രത്യേകിച്ചും എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊന്ന് സങ്കടം കൂടുകയുള്ളൂ. അല്ലെങ്കിൽ തന്നെ നമുക്ക് അല്പം മനുഷ്യപ്പറ്റും ചിന്തകളുമൊക്കെ ഉള്ളവർക്കും അത് വരും. പക്ഷേ നമ്മുടെ എന്താ പറയുക, ഫേമസ് താരങ്ങളൊന്നുമല്ല അഭിനയിച്ചേക്കണേ, എന്താ സൂപ്പർ സ്റ്റാറൊന്നുമല്ല അഭിനയിച്ചേക്കണേ. പക്ഷേ ഇവരൊക്കെ തന്നെയാട്ടോ സൂപ്പർ സ്റ്റാറെന്ന് എനിക്ക് തോന്നുന്നു. നല്ല അടിപൊളിയായിട്ട് എല്ലാവരും തന്നെ അഭിനയിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്, ഒരുപാട് ചിരിക്കാനും ഒക്കെ ഉണ്ട്. നല്ല തമാശയാണ്. 99% ഭാഗവും അതിൻ്റെ തമാശയാണ്. പിന്നെ ചെറിയൊരു ഫിലിമാണ്, 2 മണിക്കൂറൊന്നുമില്ല, ഒരു 1.25 മണിക്കൂറേ പടമുള്ളൂ. പക്ഷേ നല്ല സിനിമയാണ്, കണ്ടോളൂ. നല്ലപോലെ ചിരിക്കാനൊക്കെ ഉണ്ട്, നല്ല അടിപൊളി. ഞങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സിനിമയെല്ലാം കണ്ടു തിരിച്ചു. ഒരു 2 മണിയായിട്ടോ വീട്ടിലെത്താനായിട്ട്, കാരണം മഴയല്ലേ. പിന്നെ ഇടയ്ക്കൊന്ന് ചായ കുടിക്കണമെന്ന് തോന്നി. അങ്ങനെ ഒരു തട്ടുകടയിൽ നിന്ന് നിർത്തി വെറുതെ ഒരു കാലിച്ചായ എന്ന് പറയില്ലേ നമ്മൾ, അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങോട്ട് പോരുക ചെയ്തത്. കാരണം സിനിമയൊക്കെ കണ്ടിറങ്ങിയപ്പോൾ ഇവിടെ ഒരാൾ ചായയുടെ പ്രിയനാണ്, അതുകൊണ്ട് തന്നെ ചായ കുടിക്കാൻ തോന്നുന്നു. പിന്നെ കുറേ കാലമായി സിനിമയ്ക്കൊന്നും ഇറങ്ങാറില്ല. അത്രയല്ല കേട്ടോ, ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം കയറ്റാൻ സമ്മതിച്ചിട്ടുണ്ടേ, വെള്ളമോ ഒന്നും തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അല്ലേ. PVR ഒക്കെ പോയി സിനിമ കണ്ടു കഴിഞ്ഞാലുള്ള അവസ്ഥ ഇതാണെന്ന്. കണ്ണു പോടും. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അടുത്ത റൈറ്റിൽ തിരി. അതെ, ഈ ലൈറ്റ് നിറയെ കാണുന്ന പുറമാളല്ലേ. കണ്ടു കണ്ടു കണ്ടാക്കി റൈറ്റ് സൈഡ് കേട്ടോ, കണ്ണാണ് പുറമാൾ. പുറമാൾ നിറയെ മഴത്തുള്ളികൾ കാരണം കാണാൻ പറ്റില്ല. ഇത് എൻ്റെ ഞാൻ പറഞ്ഞ പോലെ പെട്രോൾ കണ്ടല്ലോ, എന്നാ ലെഫ്റ്റ് കയറി കൊടിപ്പൊടി. പുറമാൾ ലുലു ഡെയിലി തിരിയ. ഇങ്ങനെ എടുക്കാം, അപ്പുറത്ത് പോട്ടെ. വെറ്റുണ്ട്, മാളുണ്ട്. നല്ല രസം കാണാൻ വീഡിയോ അല്ലേ. കൊച്ചി എയർപോർട്ടിലെത്തിയ പോലെ ഇല്ലേ, രണ്ടാമത്തെ പ്രാവശ്യം, ഒരു പ്രാവശ്യം സെക്കൻഡ് ടൈം. ഇത് കാണാനെന്ന് പറഞ്ഞോണ്ട് അച്ഛൻ ഒരു ദിവസം രാത്രി കൊണ്ടുപോയില്ലേ, ഇവിടെ വരെ വരണ്ടല്ലോ എന്ന് പറഞ്ഞു പിന്നെ വരാറില്ല. റൈറ്റ് ഡ്രോപ്പ് ഓഫ് ആണ്, നേരെ പാർക്കിംഗ്. നേരെ പോണം പാർക്കിംഗ്. ഉദരെ പച്ച ഈ വണ്ടിയുടെ ഈ പച്ചയിൽ പാർക്ക് ചെയ്യാം. ഒറിജിനൽ അല്ലേ, ഉണക്കി വെച്ച പോലെ ഉണ്ടല്ലേ.
അങ്ങനെ നമ്മൾ ഫോറം മാളിൽ സിനിമയ്ക്കെത്തി. എന്തോ കോട്ട് അമ്പ സൂപ്പർ. അപ്പോൾ നമ്മുടെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അകത്ത് കയറ്റുള്ളൂ. ഫുഡ് കയറ്റില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഒരു പ്രശ്നം. ഫുഡ് വേണ്ട, വെള്ളം കയറ്റിയാൽ മതിയായിരുന്നു. പക്ഷേ വെള്ളം കയറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടിയിൽ വെള്ളം വെച്ചിട്ട് ഞങ്ങൾ പോയത്. ഇവിടെ വന്നിട്ട് ഇതാ കണ്ടോ, അടിപൊളിയായിട്ട് ഫുഡിൻ്റെ റേറ്റൊക്കെ എഴുതി കാണിച്ച് ഇങ്ങനെ ഫുഡുകളൊക്കെ ഓടിക്കൊണ്ടേ ഇരിപ്പുണ്ട്. എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം, പക്ഷേ വില മാത്രം നമുക്ക് താങ്ങില്ല എന്നേ ഉള്ളൂ. എന്തിനാ ഇത്രയും വലിയ വിലയും കൊടുത്ത് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ തിന്നണേ അല്ലേ. പിന്നെ നല്ല അടിപൊളിയായിട്ട് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പോകുന്ന വഴിയൊക്കെ നല്ല രസമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ അകത്തേക്ക് തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അകത്ത് കയറിയിട്ട് നമുക്കൊന്ന് തിയേറ്റർ കണ്ടിട്ട് സിനിമ കാണാൻ തുടങ്ങാം. ഇപ്പോഴാണോ ഈ സിനിമയുടെ റിവ്യൂ എടുക്കണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവില്ലേ. വെറുതെ ഞങ്ങൾ പോയപ്പോൾ എടുത്തുന്നേ ഉള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, സിനിമ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ഇനിയിപ്പോൾ ഈ തിയേറ്ററിൽ തന്നെ നാളെ വേറെ സിനിമയാണെന്നാണ് വിഷ്ണു പറഞ്ഞത്. ഇത് നമുക്ക് അറിയാമല്ലോ എല്ലാവർക്കും തന്നെ. ഓർഡർ എടുക്കാൻ കേട്ടോ ഫുഡ് വേണ്ടവർക്ക്. ഞങ്ങളോട് ചോദിച്ചു ഞങ്ങൾക്ക് എന്തായാലും ഒന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ സിനിമ തുടങ്ങുക. ഇനി സിനിമ തുടങ്ങിയിട്ട് കുറച്ച് നാളായതുകൊണ്ടായിരിക്കും ആൾക്കാർ തീരെ കുറവായിരുന്നു കേട്ടോ. എന്തായാലും ഞങ്ങൾ കണ്ടിട്ട് വരാം.